അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ DGP സാറിൻ്റെ മകൾ ആയിഷയുടെ നിക്കാഹാണ് ഇന്ന്. ആയിഷയുടെയും ഷമീറിൻ്റെയും വിവാഹ ദിവസം. ഫജ്ർ നിസ്കാരത്തോടെ ആ ദിവസത്തിന് തുടക്കമായി. ആ ദിവസം സാധാരണ ഒരു ദിവസമായിരുന്നില്ല. നഗരം മുഴുവനും കാത്തിരുന്ന ആ ഒരു ദിവസം. DGP സാറിൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷയുടെ വിവാഹദിനം. പ്രഭാതം മുതൽ തന്നെ DGP സാറിൻ്റെ വിശാലമായ കൊട്ടാരം ആഘോഷങ്ങളുടെ നിറവിലായിരുന്നു. വീട്ടുമുറ്റത്ത് സ്വർണ്ണ വിളക്കുകൾ ഇപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പ്രവേശന കവാടത്തിലൂടെ അതിഥികൾ ഓരോന്നായി എത്തിത്തുടങ്ങി. വീട്ടിലെ വലിയ ഹാൾ അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു. വെളുത്ത പൂക്കളും സ്വർണ്ണ നിറമുള്ള അലങ്കാരങ്ങളും ചേർന്ന് ഹാളിന് രാജകീയ ഭംഗി നൽകി. ഓരോ കസേരയിലും പ്രത്യേക അലങ്കാരം, ഓരോ മേശയിലും പുതുപുത്തൻ പൂക്കൾ. വലിയ LED സ്ക്രീനുകളിൽ ആയിഷയുടെ ബാല്യകാല ചിത്രങ്ങൾ മാറി മറിഞ്ഞു തെളിഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ ബന്ധുക്കളുടെ കണ്ണുകളിൽ സന്തോഷവും ഓർമ്മകളും ഒരുമിച്ച് നിറഞ്ഞു. DGP സാർ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. ഓരോരുത്തരുടെയും കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, വന്നതിന് ഒരുപാട് നന്ദി. എന്തായാലും വന്നല്ലോ. വഅലൈക്കും അസ്സലാം. അതെ, പലരും പല രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. പദവിയുടെ ഗൗരവമല്ല, ഒരു പിതാവിൻ്റെ സന്തോഷമായിരുന്നു ആ മുഖത്ത്. അപ്പോഴേക്കും നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഷമീർ തൻ്റെ ചെറിയ വീട്ടിൽ വിവാഹവേഷം ധരിക്കുകയായിരുന്നു. വെളുത്ത ഷർവാനി, ഭംഗിയുള്ള തലയെക്കെട്ട്, മുഖത്ത് വിനയം, കണ്ണുകളിൽ സന്തോഷവും ചെറുതായൊരു പരിഭ്രമവും. ഉമ്മ അവൻ്റെ അടുത്ത് വന്ന് കണ്ണ് നിറച്ച് നോക്കി. എൻ്റെ മോൻ. അതിൽ കൂടുതലൊന്നും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഷമീർ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ കൈകൾ പിടിച്ചു. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉമ്മ അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ കിടന്ന് ഉമ്മ ഒന്ന് വിങ്ങിപ്പൊട്ടി. ഉമ്മ, ഇന്ന് കരയരുത്, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഉമ്മയുടെ കണ്ണീരൊപ്പി അവൻ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ. ഉമ്മ, പഴയതൊന്നും ഓർക്കണ്ട, പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഷമീർ ആദ്യം ഉമ്മയുടെ കൈ ചുംബിച്ചു, പിന്നീട് സലാം പറഞ്ഞു. ഉമ്മ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവിടെയും കുറച്ചാളുകൾ കൂടിയിരുന്നു. ആ കൊച്ചു കുടിലാണെങ്കിലും ആ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു, പിതാവ് മരിച്ചിറങ്ങിയ വീടല്ലേ, അതുകൊണ്ട് തന്നെ. അതേ മോനെ, ആ വീട്ടുമുറ്റത്തുനിന്ന് എൻ്റെ കുട്ടി പുതിയാപ്പിള ഇറങ്ങണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. അതുപോലെ തന്നെ അതെല്ലാം നടന്നു. അവസാനം വിവാഹ വാഹനങ്ങളുടെ നീണ്ട നിര യാത്ര തിരിച്ചു. അപ്പോഴേക്കും അതെ, ഇവിടേക്ക് കല്യാണത്തിന് വരുന്നവർക്ക് വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും DGP സാർ തന്നെ സെറ്റാക്കിയിരുന്നു. DGP സാറിൻ്റെ വിശാലമായ ഓഡിറ്റോറിയം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നാട്ടിലെ പ്രമുഖർ, പോലീസ് ഉദ്യോഗസ്ഥർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സാധാരണക്കാരായ നാട്ടുകാർ എല്ലാവരും ഒരേ സന്തോഷത്തോടെ എത്തിയിരുന്നു. DGP സാറിൻ്റെ മകളുടെ വിവാഹം ആ ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് എല്ലാവരും അഭിമാനമായി അത് കരുതി. അല്പസമയത്തിന് ശേഷം പുറത്ത് വാഹനങ്ങളുടെ ശബ്ദം. വരൻ എത്തിയിരിക്കുന്നു. ആരോ വിളിച്ചു പറഞ്ഞു. ആ, പുതിയാപ്പിള വന്നിക്കണല്ലോ. ആ, എല്ലാവരുടെയും കണ്ണുകൾ പ്രവേശന കവാടത്തിലേക്ക് തിരിഞ്ഞു. ഷമീർ മെല്ലെ അകത്തേക്ക് കടന്നു. കൂടെ ഉമ്മയും. പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരും അടുത്തു വന്ന് അവനെ അഭിനന്ദിച്ചു. അഭിനന്ദനങ്ങൾ ഷമീർ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഷമീർ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അവൻ്റെ വിനയം കണ്ടപ്പോൾ എല്ലാവരും പരസ്പരം പറഞ്ഞു, ഇത്ര വലിയ വീട്ടിലേക്ക് മരുമകനായി വരുമ്പോഴും അവനിൽ ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയം മണവാട്ടിയുടെ മുറിയിൽ ആയിഷ ഒരുക്കം പൂർത്തിയാക്കി കണ്ണാടിക്ക് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ചുവപ്പും സ്വർണവും കലർന്ന വിവാഹ വസ്ത്രം, മനോഹരമായ ആഭരണങ്ങൾ, കൈകളിൽ ഇരുണ്ട നിറത്തിൽ തിളങ്ങുന്ന മൈലാഞ്ചി, മുഖത്ത് നാണത്തിൻ്റെ പ്രകാശം. സഹോദരിമാരെല്ലാവരും കളിയാക്കി. അത് തോഴിമാർ അവളുടെ കവിളിൽ പതുക്കെ നുള്ളി. ഇനി കുറച്ചു സമയം കഴിഞ്ഞാൽ ഷമീറിൻ്റെ ഭാര്യയാകും. ആയിഷ നാണത്തോടെ പുഞ്ചിരിച്ചു. അവൾ മനസ്സിൽ പറഞ്ഞു, അൽഹംദുലില്ലാ, നിക്കാഹ് ചടങ്ങിനുള്ള സമയമെത്തി. വേദിയുടെ നടുവിൽ എല്ലാവരും ഇരുന്നു. ഖുർആൻ പാരായണത്തിൻ്റെ മധുര ശബ്ദം ഹാളിലാകെ നിറഞ്ഞു.
പിന്നീട് ഖത്തീബ് വിവാഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന കുടുംബമാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനുശേഷം ഷമീറിനോട് സമ്മതം ചോദിച്ചു. അവൻ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. 3 തവണ ആ വാക്കുകൾ മുഴങ്ങിയപ്പോൾ ഹാളിലാകെ സന്തോഷം പടർന്നു. ശേഷം ആയിഷയും തൻ്റെ സമ്മതമറിയിച്ചു. അവസാനമായി ഖത്തീബ് പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ നിക്കാഹ് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു നിമിഷം മുഴുവൻ ഹാളിലുള്ളവരും സന്തോഷത്താൽ അൽഹംദുലില്ലാ പറഞ്ഞു. പലരും കൈകൾ ഉയർത്തി ദുആ ചെയ്തു, അള്ളാഹു ഇവർക്ക് ബർക്കത്ത് നൽകട്ടെ. അതിനുശേഷം വിരുന്നിൻ്റെ സമയം. ഓഡിറ്റോറിയത്തിൻ്റെ മറുഭാഗത്ത് വിശാലമായ ഭക്ഷണശാല. അവിടെ വിഭവങ്ങളുടെ നീണ്ട നിര. മന്തി, ബിരിയാണി, മജ്ബൂസ്, വിവിധതരം റൈസുകൾ, ബീഫ് വിഭവങ്ങൾ, ചിക്കൻ വിഭവങ്ങൾ, മീൻ വിഭവങ്ങൾ, കബാബുകൾ, ഷവർമ, ഷവായ, ബ്രോസ്റ്റ്, വിവിധതരം വെജിറ്റബിൾ കറികൾ, സാലഡുകൾ, അച്ചാറുകൾ, പലതരം പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ജ്യൂസുകൾ, മധുര പലഹാരങ്ങൾ. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഇത്രയും വലിയ സൽക്കാരം അപൂർവമാണ്. അതിഥികൾ തമ്മിൽ സംസാരിച്ചു. അപ്പോഴേക്കും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട മറ്റുള്ളവരും എത്തി. നൂറ, അവളുടെ ഭർത്താവിൻ്റെ കുടുംബം, ഷാഹുൽ, അവൻ്റെ കുടുംബം. അവർ ശാന്തമായി അകത്ത് കയറി. ആരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാവരുടെയും ശ്രദ്ധ വേദിയിലായിരുന്നു. നൂറ പതുക്കെ ഒരു വശത്ത് നിന്ന്. അവളുടെ മനസ്സിൽ പല വികാരങ്ങളും കലർന്നിരുന്നു. അതെ, അവൾ ഒരു നിമിഷം വിചാരിക്കുന്നു, റബ്ബേ, ഞാനെന്നും ഈ ഉമ്മയുടെ കൂടെ എങ്ങനെ ഉമ്മയുടെ മോളായി ജീവിക്കുക എന്നതിൽ എന്തർത്ഥമാണുള്ളത്? എൻ്റെ ഭർത്താവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ. എന്നാൽ അതിനിടെ ഷാഹുൽ തൻ്റെ കുടുംബത്തോടൊപ്പം മറ്റൊരു വശത്തിരുന്നു. എന്നാൽ സീനത്ത് മാത്രം കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു. ഉമ്മയും ഉപ്പയും അവനും. അവർ വിവാഹവേദിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ നൂറ എന്തോ തോന്നി തല തിരിച്ചു. അവളുടെ കണ്ണുകൾ ഇടയിലൂടെ സഞ്ചരിച്ചു. പെട്ടെന്ന് ഒരു മുഖത്ത് അവളുടെ ദൃഷ്ടി ഉറച്ചു. പടച്ചോനെ, ഷാഹുൽ അല്ലേ അത്? ആ ഒരു നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. ഷാഹുലും അപ്രതീക്ഷമായി അതേ ദിശയിലേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. നൂറയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. കണ്ണുകളിൽ അത്ഭുതവും ഞെട്ടലും ഒരുമിച്ചു തെളിഞ്ഞു. മറുഭാഗത്ത് തൻ്റെ ഭർത്താവ് ഇരിക്കുന്നുണ്ട്. തന്നെ മൈൻഡ് ചെയ്യുകയോ തന്നോടൊന്നും മിണ്ടുകയോ ചെയ്തിട്ടില്ല. അതെ, ഉമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അവളുടെ ഭർത്താവാണെന്നോ നിങ്ങളുടെ മരുമകനാണെന്നോ അങ്ങനെ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ആ ഭാഗത്തേക്ക് തന്നെ ചിന്തിക്കുന്ന ഇഷ്ടമല്ല. എന്നാൽ ഒരു നിമിഷം ഷാഹുൽ എന്താ ഇവിടെ? അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. ഷാഹുലിൻ്റെ മുഖത്തും അതേ ആശ്ചര്യം. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിലും ആ ഒരു നിമിഷ നേരം അവർക്ക് ചുറ്റുമുള്ള ലോകം നിശബ്ദമായതുപോലെ തോന്നി. അവരുടെ ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച വിവാഹവേദിയിൽ പുതിയൊരു കഥയുടെ തുടക്കമാകുമെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ലായിരുന്നു. ശരിക്കും അവൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അവളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ ഷാഹുൽ എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ? പക്ഷെ തൻ്റെ കൂട്ടുകാരൻ ഷെഫീഖ് ചിലതൊക്കെ അവനോട് പറഞ്ഞിരുന്നു. അതൊരിക്കലും താൻ സ്നേഹിച്ച തൻ്റെ നൂറയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. വിവാഹവേദി പ്രകാശത്തിൽ മുങ്ങിയിരിക്കുന്നു. സ്വർണ്ണ നിറമുള്ള അലങ്കാരങ്ങൾക്കിടയിൽ ചുവന്ന കാർപ്പറ്റ് വിരിച്ച സ്റ്റേജ് ഒരു രാജകീയ ദൃശ്യമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ചെറിയ വിളക്കുകൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ക്യാമറകളുടെ ഫ്ലാഷുകൾ തെളിഞ്ഞു. അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ പ്രവേശന കവാടത്തിലേക്ക് തിരിഞ്ഞത്. മനോഹരമായ ചുവന്ന സാരിയിൽ ഗോൾഡൻ വർക്കുകൾ തിളങ്ങിക്കൊണ്ട് നവവധു ആയിഷ പതുക്കെ നടന്നു വരുന്നു. ആഭരണങ്ങളുടെ തിളക്കത്തേക്കാൾ അവളുടെ മുഖത്തെ സന്തോഷമാണ് കൂടുതൽ പ്രകാശിച്ചത്. സ്റ്റേജിൻ്റെ മറുവശത്ത് വെള്ള കുർത്തയും ഷെർവാനിയും ധരിച്ച് ഷമീർ നിന്നിരുന്നു. മുഖത്ത് ശാന്തമായ പുഞ്ചിരി, കണ്ണുകളിൽ നന്ദി. ആയിഷ സ്റ്റേജിനരികിലെത്തിയപ്പോൾ ഷമീർ മെല്ലെ തൻ്റെ കൈ നീട്ടി. ആ നിമിഷം നാണത്തോടെ തലകുനിച്ച ആയിഷ അവൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്തു.
ആ ചെറിയ നിമിഷം തന്നെ ഹാളിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞു. മാഷാ അല്ലാ എന്ന വാക്കുകൾ പല ഭാഗത്തു നിന്നും ഉയർന്നു. എന്ത് മനോഹരമായ ജോഡി, അള്ളാഹു ഇവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പലരും ആത്മാർത്ഥമായി ദുആ ചെയ്തു. DGP സാർ സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് ആ കാഴ്ച നോക്കി. കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും മുഖത്ത് നിറഞ്ഞിരുന്നത് അഭിമാനമായിരുന്നു. ഷമീർ തൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട വിലപ്പെട്ട സമ്മാനങ്ങൾ ആയിഷയ്ക്ക് കൈമാറി. മഹർ ആദരവോടെ നൽകി. പിന്നീട് മാലകൾ പരസ്പരം അണിയിച്ചു. അതിനുശേഷം മോതിരം. കൈകളിൽ മോതിരം അണിയുന്ന ആ നിമിഷം ക്യാമറകൾ ഒരേ സമയം മിന്നി. സ്റ്റേജിലാകെ കയ്യടികൾ മുഴങ്ങി. ആയിഷയുടെ കണ്ണുകൾ ഒരു നിമിഷം ഷമീറിൻ്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി. അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിശബ്ദതയിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ വാഗ്ദാനമുണ്ടായിരുന്നു. അതേസമയം ഹാളിൻ്റെ ഒരു കോണിൽ നൂറ നിശബ്ദമായിരിക്കുകയായിരുന്നു. ചുറ്റും ആഘോഷങ്ങളുടെ ശബ്ദം, കുട്ടികളുടെ ചിരി, ക്യാമറകളുടെ ഫ്ലാഷ്, സംഗീതം. പക്ഷേ അവളുടെ മനസ്സിൽ അതൊന്നും എത്തിയില്ല. കുറച്ചകലെ മറ്റൊരു നിരയിൽ ഷാഹുൽ ഇരിക്കുകയായിരുന്നു. വിവാഹവേദിയിലേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും അറിയാതെ അവൻ്റെ ദൃഷ്ടി ഒരിക്കൽ നൂറയുടെ ഭാഗത്തേക്ക് വഴുതി. ഒരു നിമിഷം തന്നെ അവൻ തൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. അവൻ സ്വന്തം മനസ്സ് ശാസിച്ചു, ഇല്ല, അവളെ എനിക്ക് നോക്കാൻ എനിക്ക് അവകാശമില്ല. അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അവളുടെ ജീവിതത്തെ ബഹുമാനിക്കണം. അവൻ വീണ്ടും വേദിയിലേക്ക് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ മനസ്സ് കേട്ടില്ല. അറിയാതെ വീണ്ടും അവൻ്റെ കണ്ണുകൾ നൂറയുടെ ഭാഗത്തേക്ക് പോയി. ഈ തവണ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. നൂറ ചിരിക്കുന്നില്ല. മുഖത്തൊരു മൗനം, കണ്ണുകളിൽ പറഞ്ഞറിയിക്കാത്ത ക്ഷീണം. അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉയർന്നു. എന്തുകൊണ്ടാണ് അവളുടെ കണ്ണുകളിൽ ഇത്രയും ദുഃഖം? അവൻ ആ ചോദ്യം മനസ്സിൽ തന്നെ അടച്ചു. അത് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. ഓർമ്മകൾ ചിലപ്പോൾ അനുവാദം ചോദിക്കാറില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും അവ ഹൃദയത്തിൻ്റെ വാതിൽ തട്ടാതെ അകത്ത് കയറും. ഷാഹുലിൻ്റെ മനസ്സിലും ചില പഴയ ദിവസങ്ങൾ മിന്നിമറഞ്ഞു. ഒരിക്കൽ സ്വപ്നമുണ്ടായിരുന്ന കാലം, ജീവൻ എങ്ങനെയായിരുന്നെന്ന് ഇരുവരും വേറെ വേറെ ചിന്തിച്ചിരുന്ന കാലം. എന്നാൽ സമയം എല്ലാവരെയും ഒരേ വഴികളിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവർ ഒരേ ഹാളിലുണ്ടായിരുന്നു, എന്നാൽ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത വഴികളിൽ. ഷാഹുൽ മനസ്സിൽ പറഞ്ഞു, ചില സ്വപ്നങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയല്ല ജനിക്കുന്നത്, അവ നമ്മളെ കൂടുതൽ വേർപിരിക്കാനായിരിക്കും വരുന്നത്. അവൻ അള്ളാഹുവിനോട് നിശബ്ദമായി പ്രാർത്ഥിച്ചു, അവൾ എവിടെയായാലും സമാധാനത്തോടെ ജീവിക്കട്ടെ. നൂറയും ഒരു നിമിഷം ജനക്കൂട്ടത്തിനിടയിൽ ഷാഹുലിനെ കണ്ടു. അവളൊന്നും പറഞ്ഞില്ല, പറയാനും ശ്രമിച്ചില്ല. അവളുടെ മനസ്സിലും ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവേ, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു പോയതിനെ തന്നെ നിലയിൽ തന്നെ നിലനിൽക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയും സമാധാനവും നിറയ്ക്കണമേ അല്ലാ. അവൾ കണ്ണുകൾ താഴ്ത്തി വീണ്ടും സ്റ്റേജിലേക്ക് നോക്കി. അവിടെ ആയിഷയും ഷമീറും സന്തോഷത്തോടെ ഫോട്ടോകൾ എടുക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ നൂറയുടെ അതിരങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു, അതിലേറെ സങ്കടവും. അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ. അള്ളാഹു എന്നെ പോലുള്ള ജീവിതം ഒരാൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ. വിവാഹവേദിയിൽ ആഘോഷങ്ങൾ തുടർന്നു. ബന്ധുക്കൾ ആശംസകൾ നേർന്നു. കുടുംബ ഫോട്ടോകൾ എടുത്തു. കുട്ടികൾ സ്റ്റേജിന് ചുറ്റും ഓടി നടക്കുന്നു. എന്നാൽ ആ ആഘോഷത്തിനിടയിൽ രണ്ട് മനസ്സുകൾ മാത്രം നിശബ്ദതയെ തിരഞ്ഞെടുത്തു. ഒരാൾ ബഹുമാനത്തിൻ്റെ അതിരുകൾ ലംഘിക്കാതിരിക്കാൻ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ചു. മറ്റൊരാൾ തൻ്റെ ഇന്നത്തെ ജീവിതത്തെ സ്വീകരിക്കാൻ മനസ്സിനെ കരുത്താക്കി. അവർ പരസ്പരം സംസാരിച്ചില്ല, പരസ്പരം സമീപിച്ചില്ല, ഒരു നോട്ടം പോലും നീട്ടിപ്പിടിച്ചില്ല. ചില കഥകൾ വാക്കുകളിൽ അവസാനിക്കുന്നില്ല. അവ അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയിൽ, ഒരു മൗനത്തിൽ, ഒരു അംഗീകരിക്കലിൽ. ആ രാത്രി വിവാഹവേദിയിൽ ഒരു പുതിയ കുടുംബ സന്തോഷത്തോടെ അതാ ജീവിതം ആരംഭിക്കുവാൻ നിൽക്കുകയാണ് നമ്മുടെ ഷമീറും നമ്മുടെ ആയിഷയും. അതേസമയം പൂർത്തിയാകാതെ പോയ ചില സ്വപ്നങ്ങൾ ശാന്തമായ ഓർമ്മകളായി മാറി ഭൂതകാലത്തിൽ തന്നെ അവശേഷിച്ചു. എന്നാൽ ഈ സമയം പെട്ടെന്ന് അതാ ഷാഹുലിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഷെഫീക്ക് ഓടിയെത്തുന്നു. എടാ ഷാഹുൽ, നീ ഇവിടെ? അപ്പോൾ ഈ കല്യാണമുള്ള നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വരുമെന്ന് ഉറപ്പില്ലായിരുന്നു. എടാ എന്താ, പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു കാര്യം. എന്ത് കാര്യം? അതൊക്കെയുണ്ട്. അതായത് ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നോ?
നീ അത് മറന്നോ? നീ എന്നോട് ഒരു കഥ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ കൂട്ടുകാരൻ, ഞാൻ അവനെ പരിചയപ്പെടുത്തി തരട്ടെ. ആരാണ്? എൻ്റെ കൂട്ടുകാരൻ ദിൽഷാദ്. അവനെ പരിചയപ്പെടുത്തി തരട്ടെ. അവൻ്റെ പെണ്ണുങ്ങളുമായിട്ടടാ തീരെ അവനൊരു ഇതില്ല. ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാനൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നിൽക്കുകയാണ്. അതായത് ആ കുട്ടി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു തല കറങ്ങി വീണു. അതവർക്ക് വലിയൊരു ഇഷ്യൂസായി. ആരൊക്കെയോ പറഞ്ഞ് മൂച്ചമ്മ കയറ്റി. അവൻ പറയുന്നു ഒരിക്കലും ആ പെണ്ണിന് വേണ്ട. ഞാനൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. എന്തായാലും നിനക്ക് ശാപം കിട്ടും, ഒരിക്കൽ പോലും ആ പെണ്ണിനെ നീ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് മനമില്ല മനസ്സോടു കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്നാൽ അപ്പോൾ തന്നെ നേരെ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഷെഫീക്ക് വരുന്നു. എടാ ഇവിടെ വന്നേ, എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചിരാ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാനും എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ടാണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? വീട്ടിൽ ആരൊക്കെ? ഉമ്മ ഉപ്പ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. പക്ഷെ അവൻ തൻ്റെ ഭാര്യ വന്നെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. ഒരു നിമിഷം അപ്പോഴും നൂറയാണ് അവൻ്റെ ഭാര്യയെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ എൻ്റെ ഫാമിലി ഇതാ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഭാര്യയൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയില്ല. എന്നാൽ ആ ഉമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു നൂറയോട് ഉമ്മ എന്തോ പറയുന്നുണ്ട്. പെങ്ങളുണ്ട് തൊട്ടപ്പുറത്ത്. ഇതെൻ്റെ ഉമ്മ, അതെൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ ഇടയിലിരിക്കുന്ന ആ പെണ്ണിനെ പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പഠിച്ചോനെ, അപ്പോൾ ഇത് തൽക്കാലം അറിയണ്ട, അത് ഷെഫീഖിനോട് ചോദിക്കുക. ശരി, ഓക്കെ എന്നാൽ ശരി എന്നും പറഞ്ഞ് അവനതാ കുറച്ച് അപ്പുറത്ത് പോയി നിന്നു. എന്നാൽ അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. റബ്ബേ, അത് അവൻ്റെ ഭാര്യയായിരിക്കുമോ? എൻ്റെ പെണ്ണ് നൂറ? അതെ, അവനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. റബ്ബേ, അല്ലാ, അവളെയാണോ അവന് വേണ്ടെന്ന് വെക്കാൻ ശ്രമിക്കുന്നത്? പഠിച്ചോനെ, ഞാനിത് ഷെഫീഖിനോട് ചോദിച്ചു നോക്കട്ടെ. ഒരു പക്ഷേ ഷെഫീഖ് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ, റബ്ബേ, എന്തിൻ്റെ അവസ്ഥ? ശരിക്കും അവനെ വല്ലാത്തൊരു ഷോക്കിലകപ്പെട്ടതുപോലെ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട നൂറ, അത് ഷെഫീഖ് പറഞ്ഞ ആളുടെ വൈഫോ? റബ്ബേ, നമ്മുടെ ഷാഹുലിന് അവസ്ഥയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ സ്വയം അവനെ നുള്ളി നോക്കി. ഇല്ല, വേദനിക്കുന്നുണ്ട്, ഇത് സ്വപ്നമല്ല. റബ്ബേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ശരിക്കും അവൻ്റെ ഞെട്ടൽ. വിവാഹവേദിയിൽ വളരെയധികം വലിയ കല്യാണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷാഹുലിൻ്റെ മനസ്സാകെ മാറി മറിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാം? ഷാഹുലിൻ്റെ മനസ്സ് വളരെയധികം സങ്കടമാണോ, വിഷമമാണോ, അത്ഭുതമാണോ അറിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ സ്ഥിതിഗതികൾ. ഇൻഷാ അല്ലാ, എന്തായിരിക്കും? നമ്മുടെ ഷാഹുൽ നൂറയെ കണ്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഷാഹുലിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ നൂറയും ഷാഹുലും ഒരുമിക്കണ്ടേ നമുക്ക്? അതല്ലേ നല്ലത്? ആ കാട്ടാളനായ ഭർത്താവിൻ്റെ അരികിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയും നല്ല അതല്ലേ? പക്ഷേ പിതാവ് അതിന് സമ്മതിക്കുമോ? വിധി അതിന് സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.